ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് ഡ്രാമയുടെ 3rd എപ്പിസോഡാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് ജിന്ന് വഴി പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. ജിന്ന് ഏതൊക്കെയോ വഴിയിൽ പോയി അവന്മാരെ കൊടുക്കുന്നുണ്ട്. ഒരു കാറ് ഒരു കടയിൽ ചെന്നിരിക്കും. അതുകൊണ്ട് അവർക്ക് ജിന്നെ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഒരു കാറും കൂടിയുണ്ട്. അത് പ്രൊഫഷണൽ ബോക്സറിൻ്റെ കാറാണ്. അവനെയും വട്ടം തിരിച്ച് വേറെ സ്ഥലത്ത് പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ പിന്നീട് കുറച്ച് കാറുകൾ പുറകെ വരുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ ആ കാറുമായിട്ട് റേസ് ചെയ്യും. അവൻ നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെ ജിന്ന് അറിയാവുന്നതുപോലെയാണ് അവൻ കാറൊക്കെ ഓടിക്കുന്നത്. ജിന്ന് നല്ല സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിന്ന് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, നീ ഈ സ്റ്റിയറിങ് മുറുകെ പിടിച്ചോണമെന്ന്. അതും 5 വരെ ചൊല്ലിക്കഴിഞ്ഞ് അവനങ്ങനെ ചൊല്ലി 5 ആകുമ്പോൾ അവൻ സ്റ്റിയറിങ് തിരിക്കുന്നുണ്ട്. കാർ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് സ്റ്റിയറിങ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പുറത്തോട്ട് തലക്കിട്ട് പുറത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു കൂട് എടുക്കുന്നുണ്ട്. ആ സമയം ഓപ്പോസിറ്റ് ഒരു കാർ വന്നിരുന്നു. ആണെങ്കിൽ ജിന്നകത്തോട്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ അവരൊരു സ്ഥലത്തേക്ക് എത്തുവാണ്. അവിടെ കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട്. കുറേ കാറുകളും ഉണ്ട്. ഇത് വേറൊന്നുമല്ല, ജിന്നെ ഇവരുമായിട്ട് റേസ് ചെയ്തതാണ്. അവൻ ആ കൂടെടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ആ പയ്യൻ്റെ കയ്യിൽ ചെന്ന് കൊടുക്കുന്നുണ്ട് ആ കൂട്. ജിന്ന് അവന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ആ കൂടുമായിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് അവന് കൊടുക്കുന്നുണ്ട്. പുറകെ അങ്ങോട്ട് ചെന്നിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, പുറത്തുനിന്ന് ആരെയും കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന്. നീ പേടിക്കണ്ട, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് ജിന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിൽക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അവൻ ആ പൈസ എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിന്ന് അപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നുണ്ട്. അവളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ജിന്നുമായിട്ട് റേസ് ചെയ്ത ഒരാളുണ്ടല്ലോ, അവനങ്ങോട്ട് വന്നിട്ട് മോനോട് ചോദിക്കും, നിനക്ക് എത്ര പൈസയാണ് തരേണ്ടത് എൻ്റെ കാറിലിരുന്ന് വഴി കാട്ടിത്തരാൻ? കാരണം ജിന്ന് നല്ല രീതിയിലാണല്ലോ വഴി കാട്ടിക്കൊടുത്തത്. അപ്പോൾ ജിന്ന് അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇവൾക്ക് വിലയില്ല, ഇവളെ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തുമില്ല എന്ന് പറയും. അതുകൊണ്ട് അവൻ അവിടുന്ന് പോകും. ആളുകളെല്ലാവരും കൂടെ കൈ കൊട്ടുന്നുണ്ട്. അപ്പോൾ പറയും, എനിക്ക് തണുക്കുന്നു എന്ന്. അപ്പോൾ അവൻ കൈ നീട്ടി അങ്ങ് നിൽക്കും, കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞിട്ട്. അവളങ്ങനെ അവനെ കെട്ടിപ്പിടിക്കും. ഇതൊക്കെ കണ്ട ആളുകൾ കൂടി നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവർ കാറിലേക്ക് കയറുന്നുണ്ട്. അവരവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആളുകളെല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട്. അവരുടെ എല്ലാ മീറ്റിംഗ് കഴിഞ്ഞതുകൊണ്ട് ജിന്ന് അവിടുന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് നിർത്തുന്നുണ്ട്. അവൻ ആ പണം മോന് കൊടുക്കും. അവൻ പണത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും. അവൾ ദേഷ്യപ്പെടും, നീ എന്തിന് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നത്? പണം അത്ര പ്രധാനമല്ല, നിൻ്റെ ജീവന് വല്ലതും ആപത്ത് വന്നാലോ എന്നൊക്കെ അവൾ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ തിരിച്ചും ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ അവൾ പുറത്തിറങ്ങി ദേഷ്യപ്പെടും, ഇങ്ങനൊന്നും ജീവിക്കാൻ പാടില്ല, നേരായ രീതിയിൽ ജീവിക്കണമെന്ന്. പക്ഷെ അവൻ പറയും, എന്ത് നേരായ മാർഗം? ഞാനും നിൻ്റെ അച്ഛനും ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ എന്താ ചെയ്തതെന്ന് അറിയാമോ? കിടക്കാനൊരു സ്ഥലം പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരു ബേസ്മെൻറ്റ് വാടകയ്ക്ക് എടുത്തു. മഴ പെയ്യുന്ന സമയത്ത് അകത്ത് മുഴുവൻ വെള്ളം കയറുമായിരുന്നു. ഞങ്ങൾക്ക് കിടക്കാൻ പോലും കഴിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ വെള്ളം കോരി കളയണം. അതുപോലെ തന്നെ അച്ഛന് ജോലിക്ക് കയറാൻ പൈസ കൊടുത്തു. ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ പൈസ കൊടുക്കണം. പിന്നീട് ആ പൈസയും കൊണ്ട് ആൾ മുങ്ങി. ബേസ്മെൻറ്റിൻ്റെ വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തെരുവിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ടാണോ നീ പറയുന്നത് പൈസയ്ക്ക് പ്രാധാന്യമില്ല എന്ന്? പിന്നെ എൻ്റെ അനിയത്തി, അവൾക്ക് ഹൃദയത്തിന് സർജറി ഉണ്ട്, അതിന് വേണം പൈസ. എന്നിട്ടാണോ നീ പറയുന്നത് പൈസയ്ക്ക് ആവശ്യമില്ലെന്ന്? ഇനി എൻ്റെ മരണം വന്നാലും ഞാൻ പൈസ ഉണ്ടാക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവൾ അവൻ്റെ കോളറിൽ പിടിച്ചിട്ട്, നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് അവൾ പറയും. കാരണം അവൻ മരണം വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അവളെ പിടിച്ച് നിർത്തിയിട്ട് പറയും, നീ എൻ്റെ അനിയത്തിയൊന്നുമല്ല, നീ എന്തിനെന്നെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഇത് ശരിയായതുകൊണ്ട് അവൾക്കൊന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല. അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് വേറെയാണെന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ഇവരുടെ അച്ഛൻ തായ്ലാൻഡിൽ വന്നിട്ട് ഒരു കടയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ്റെ 2ാമത്തെ ഭാര്യയെ കണ്ടത്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടെ പ്രണയത്തിലായത്. അവർ ഒരുമിച്ച് ഒരു ഹോട്ടൽ തന്നെ തുടങ്ങി. പക്ഷെ ഹോട്ടലിൻ്റെ വാടക കൊടുക്കാൻ പൈസ തികഞ്ഞില്ല. അപ്പോൾ അവൻ സ്കൂളിൽ പഠിക്കുകയാണ്. പക്ഷേ സ്കൂളിൽ ഫീസ് കൊടുക്കാത്തതുകൊണ്ട് അവൻ സ്കൂളിൽ പോകുമ്പോഴും കഴിഞ്ഞില്ല. അവർ ഹോട്ടൽ തുടങ്ങിയിട്ടും അവൻ്റെ സ്കൂളിലെ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഫീസ് ചോദിക്കും? അതുകൊണ്ടാണ് അവൻ പഠിത്തം നിർത്തിയത്. അപ്പോൾ
അപ്പോൾ അവൻ്റെ ഫോണിലൊരു കോൾ വരുന്നുണ്ട്. വേറെ ആരുമല്ല, മൂവിൻ്റെ അമ്മയാണ്. നാളെ അവളെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അവൻ ആകെ ടെൻഷനായിട്ട് കാറിൽ വന്നിരുന്ന് മൂവിനോട് പറയും, നിൻ്റെ അമ്മയാണ് വിളിച്ചത്, നാളെ നിന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. ജീവൻ അപകടമാക്കി ഒരു പണിയും ചെയ്യില്ലെന്നും സത്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ വീട്ടിൽ പോകാമെന്നവൻ പറയുമ്പോൾ അവൾ കേൾക്കില്ല. എന്നാൽ പിന്നെ ഇവിടെ കിടന്നുറങ്ങാമെന്നവൻ പറഞ്ഞിട്ട് സ്ഥലത്തോട്ട് മാറി കിടക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവും എങ്ങനെ കിടന്നാൽ ശരിയാവില്ലെന്ന്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ചേട്ടാ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അവൻ അത് കേട്ട് ഷോക്കാവുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവൾ അങ്ങനെ ചേട്ടാന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവൾ പറയും, നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ, നമുക്ക് നമ്മുടെ പഴയ വീട്ടിൽ പോയാലോ, എനിക്ക് നല്ല ജോലിയുണ്ട്, ആ ജോലിയിൽ എനിക്ക് നന്നായി സമ്പാദിക്കാൻ കഴിയും, എനിക്ക് നിന്നെ നോക്കാൻ കഴിയും, ഞാൻ നിന്നോടൊന്നും പറയില്ല, നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് അവൾ പറയും. പക്ഷെ ഇവനെ കൊണ്ട് അത് കഴിയില്ല. അതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണ്. ഇവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾ അപ്പനെ വിളിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രൊഫഷണൽ ബോക്സറിനെയാണ്. സ്നേഹിയുടെ അച്ഛൻ്റെ അടുത്താണ് അവനുള്ളത്. അച്ഛൻ കുറേ അടിക്കും. മറ്റൊന്നുമല്ല, ജിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ്. അച്ഛൻ കുറേ ആക്ഷേപിക്കുന്നുണ്ട്. അവനെ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നുമുണ്ട്. അവനൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിക്കും. അത് കഴിഞ്ഞ് അവളുടെ അച്ഛൻ അവനെ ചവിട്ടി പുറത്താക്കും. വീണ്ടും ജിന്നെയും മൂവിനെയും കാണിക്കുവാണെങ്കിൽ കാറിലിരിപ്പുണ്ട്. ജിന്നെ കോട്ടും കയ്യിലുണ്ട്. എന്നാൽ ജിൻ അവിടെയില്ല. അവൻ എന്താ വരാത്തതെന്ന് ഓർത്ത് അവൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവളെ കാണുമ്പോൾ അവൻ പറയും, നിന്നെ കാണാനായിട്ട് നിൻ്റെ അമ്മ വന്നിട്ടുണ്ട്, നാളെ തന്നെ അമ്മയെ പോയി കാണണമെന്ന്. അതിന് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എതിർക്കാനൊന്നും പോണില്ല. അപ്പോൾ പൊക്കോളാമെന്ന് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ മൂവിൻ്റെ അമ്മയെ കാണാൻ പോകുന്നുണ്ട്. ഏതൊരു ഹോട്ടലിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അവൻ അവളെ ഇറക്കി വിട്ടിട്ട് പോകുന്നുണ്ട്. എന്നാൽ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ അവന് താല്പര്യമില്ല. അങ്ങനെ അവൾ അവരുടെ അടുത്ത് പോയി ഇരിപ്പുണ്ട്. മൂവിൻ്റെ രണ്ടാം അച്ഛനും കൂടെ ഉണ്ട്. അമ്മ വിളിച്ചത് വേറൊന്നിനുമല്ല, അമ്മയും രണ്ടാനച്ഛനും കൂടി ചൈനയിൽ സെറ്റിലാകാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അവൾക്ക് അവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നാൽ അവൾക്ക് താല്പര്യമില്ലെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ചൈനയിലൊരു വീടുണ്ടല്ലോ, അത് ഞാൻ കൊടുക്കാൻ പോകുവാണെന്ന്. മൂവിൻ്റെ ഓർമ്മകളൊക്കെ അവിടെയാണ്, അതൊക്കെ വിറ്റ് കളയാനാണ് അമ്മ നോക്കുന്നത്. അപ്പം മൂവ് ദേഷ്യപ്പെടും. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് അത് വിൽക്കാനായിട്ട് പോകുന്നത്? ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടാണോ? നിങ്ങൾക്ക് ഉറപ്പാണോ ഇവർ ഇട്ടേച്ച് പോയില്ലെന്ന്? ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് വിഷമാവും. നിങ്ങൾ സംസാരിച്ചു എന്ന് അവർ പറഞ്ഞിറങ്ങി പോകുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്ക് ദേഷ്യം മൂവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട്. അയാൾ പോയതിന് ശേഷം മൂവ് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, ആ വീട് വിൽക്കല്ലേ എന്ന്. പക്ഷെ അമ്മ കേൾക്കുന്നില്ല. ഇവർ സംസാരിക്കുന്ന സമയത്ത് ദൂരെ ജിന്നെ കാണുന്നുണ്ട്. ജിൻ അമ്മയെ കാണുമ്പോൾ ജിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം മൂൻ്റെ അച്ഛനെ ചവച്ചിട്ട് പോയതല്ലേ. എന്തായാലും മൂൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി അത് ജിന്നാണെന്ന്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എങ്ങനെ മനസ്സിലായെന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ടാക്കിയത് ജിന്നാണെന്ന്. അപ്പോൾ അമ്മ പറയും, നിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ അവനുമായിട്ട് കാണാൻ പാടില്ല എന്ന്, എന്നിട്ട് അയാൾ അവനെ തന്നെ പറഞ്ഞു വിട്ടോ എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടും. അമ്മ ജിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവിനെ ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന്. ഇവൻ തായ്ലാൻഡിൽ വന്നതിന് ശേഷം മൂവ് ലെറ്റർ അയച്ചപ്പോൾ തിരിച്ച് റിപ്ലൈ തരാഞ്ഞത് മൂവിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. ഈ അമ്മയുടെ പേടി എന്താണെന്ന് വെച്ചാൽ, ആ ജിന്നുണ്ടല്ലോ, ജിൻ ഇവരുടെ സ്വന്തം മോനല്ല. നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു അവൻ അഡോപ്റ്റ് ചെയ്തതാണെന്ന്. ആ അമ്മ പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അമ്മയുടെ പേര് മറ്റൊന്നുമല്ല, ഇവർ സ്വന്തം സഹോദരന്മാരല്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ പ്രണയം രൂപപ്പെട്ടാലോ, അതുകൊണ്ട് ഇവർ വളർന്നു വന്നപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടലെന്ന് പറഞ്ഞത്. പക്ഷേ അതുപോലെ തന്നെ അത് സംഭവിച്ചു. ഇവൾക്ക് മനസ്സിലായി ഇവളുടെ അമ്മ പറഞ്ഞിട്ടാണ് ജിൻ ഇവളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരുന്നതെന്ന്. അവൾ തകർന്നു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജിന്നെയാണ്. അവൻ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അവൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പാണത്. അവൻ അവിടെ വരുമ്പോൾ അവിടെ പ്രൊഫഷണൽ ബോക്സ് നിൽപ്പുണ്ട്. ജിന്നോട് അവൻ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ജിന്ന് കേൾക്കുന്നില്ല. എനിക്ക് നീയുമായി വഴക്കിടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ജിന്ന് പോകുന്നുണ്ട്. എന്നാൽ ആ ബോക്സർ വഴക്കൂടാൻ വന്നതല്ല, എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്.
ഈ നേരം വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മ പറയുന്നതെല്ലാം കേട്ടിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ബോർഡിൽ എറിഞ്ഞു കളിക്കുന്ന നീഡിലുണ്ട്, അത് അവൾ എറിഞ്ഞു കളിക്കും. അവൾ നല്ല ദേഷ്യത്തിലാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ അവൾ എറിഞ്ഞു കളിക്കുന്നുണ്ട്. അങ്ങനെ അവൾ വലിച്ചെറിയുമ്പോൾ ആ ബോർഡിൻ്റെ പുറകിൽ നിന്ന് കുറേ ലെറ്റർ വരുന്നുണ്ട്. അവൾ അത് എടുത്തു നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, അവൾ പണ്ട് എഴുതുന്ന ലെറ്റർ ആയിരുന്നു. അവൻ അതെല്ലാം വായിച്ചു നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഇവളുടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് വരച്ചിട്ടുണ്ട്. അതായത് അവൾ ഓരോ പ്രായത്തിൽ എഴുതുമ്പോൾ ആ പ്രായത്തിലെ അവളെ പോലെ തന്നെ വരച്ചു വെച്ചേക്കുന്നത്. ഓരോ ഏജ് വെച്ചാണ് അവൻ വരച്ചേക്കുന്നത്. കുഞ്ഞിലെഴുതിയത് കുഞ്ഞു ഫോട്ടോസും വലുതായപ്പോൾ എഴുതിയത് വലിയ ഫോട്ടോസും. അവൾക്ക് മനസ്സിലായി അവളെപ്പോലെ തന്നെ അവനും കോണ്ടാക്ട് ചെയ്യുന്നത് ഇഷ്ടമാണെന്ന്. എന്നാൽ അമ്മ പറഞ്ഞുകൊണ്ടാണ് അവൻ കോണ്ടാക്ട് ചെയ്യാത്തതെന്ന് മനസ്സിലാവുന്നുണ്ട്. അവനും ഇത്രയും നാൾ ഒരു സങ്കടത്തിലായിരുന്നു ജീവിച്ചത്. ഇതൊക്കെ കണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. പിറ്റേ ദിവസം ജിൻ അവൻ്റെ വർക്ക്ഷോപ്പിലിരുന്ന് പണി ചെയ്യുവാണ്. പണി കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അല്ലാത്തപ്പോൾ മെസ്സേജ് അയക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അവൾ മെസ്സേജ് അയച്ചിട്ടില്ല. മെസ്സേജ് അയക്കാത്തതുകൊണ്ട് അവൻ ഭയങ്കര വിഷമത്തിലാണ്. ആ സമയം തന്നെ മൂവിൻ്റെ അമ്മയും രണ്ടാനച്ഛനും എയർപോർട്ടിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്. വരുമെന്ന പ്രതീക്ഷയിലാണ് അവരവിടെ നിൽക്കുന്നത്. ഇവർ ചൈനയിലോട്ട് പോകുന്നത് മൂവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞിരുന്നു. എന്നാൽ അവൾ വന്നില്ല. പ്ലെയിൻ പോകാൻ സമയമായി. അച്ഛനമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് മൂവിനെ കാണിക്കുവാണെങ്കിൽ റൂമിലിരുന്ന് വിഷമിച്ച് കരയുവാണ്. അവൾക്കത് സഹിക്കാൻ കഴിയുന്നതേ ഇല്ലായിരുന്നു. ഇത്രയും നാളും ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തതിന് കാരണം മൂവിൻ്റെ അമ്മ തന്നെയാണ്. അവളതങ്ങനെ വിഷമിച്ച് കരയുമ്പോൾ ജിൻ്റെ അനിയത്തി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മൂവിനോട് ചോദിക്കും, ചേച്ചി എന്തിനാ വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ചോദിക്കും, നിനക്ക് നിൻ്റെ ചേട്ടൻ എവിടെയാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുമോ എന്ന്. എനിക്കറിയാമല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ ഒരു അഡ്രസ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അവൾ അങ്ങനെ അഡ്രസ്സ് തപ്പി കണ്ടുപിടിച്ച് അവിടെ ചെല്ലുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ജിൻ്റെ വർക്ക്ഷോപ്പാണ്. അങ്ങനെ അവൾ അകത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് സ്പാനർ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ തപ്പിപ്പോകുന്നത് കൊണ്ട് ആ സ്പാനർ കിടക്കുന്ന അവൾ കണ്ടില്ല. അങ്ങനെ അവൾ നടന്നു വന്നപ്പോൾ ആ സ്പാനർ കയറി ചവിട്ടി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജിൻ അവളുടെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കും, നീ എന്താ ചൈനയിലേക്ക് പോയില്ലേ എന്ന്. അപ്പോൾ പറയും, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് തിരിച്ചു പോകാഞ്ഞേ എന്ന്. വേറെ ഒന്നുമല്ല, ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. മൂവിൻ്റെ ബർത്ത്ഡേക്ക് അവർ എല്ലാവരും കൂടെ ഇരുന്ന് ആഘോഷിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജിന്നോട് അരിപ്പുണ്ട്. ആ നേരം അമ്മ ജിന്നോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന്. എന്നാൽ അവൻ ജനിച്ച വർഷം അറിയില്ല. അത് അവന് വിഷമമാകുന്നുണ്ട്. അപ്പോൾ മൂവിൻ്റെ അച്ഛൻ പറയും, ഇനി മുതൽ ജിൻ്റെ ബർത്ത്ഡേ മൂവിൻ്റെ കൂടെയാണെന്ന്. എന്നിട്ട് ഇവർ ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിന്നെയും മൂവിനെയാണ്. അപ്പോൾ അവന് മനസ്സിലാവും ഇന്ന് മൂവിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ജിന്ന് മൂവിനെ വിഷ് ചെയ്യുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ കഴിയുവാണ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.